ഹലോ, ഇതാരാന്നറിയാം? എല്ലാവർക്കും സുപരിചിതയായ ഉമ്മ. ഇതാണ് നമ്മളെ അമ്മാവൻ കബീർ അങ്കിളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മക്കളെ. അങ്കിൾ, ശരിക്കും അങ്കിൾ എന്ന പേരിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാള്. കല്യാണം കഴിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം. ഷിജാസിനെ, ഷിജുക്കുട്ടിനെ എല്ലാവർക്കും അറിയൂലേ? ഇതാ ഷിജു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിജുവിന്റെ അങ്കിൾ. ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് പ്രചോദനം. ഈ ഉമ്മ സമ്പാദിക്കാൻ തുടങ്ങിയില്ലപ്പാ, സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്തു. കാണാറുണ്ട്, പൗഡറിന്റെ പൊടി കാണാറുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സമ്പാദിക്കുന്നുള്ളതൊക്കെ എല്ലാവരും അറിയട്ടെ. അതെ അതെ, അറിയട്ടെ, എല്ലാരും അറിയട്ടെ. നമ്മളെ കുട്ടികൾ നിഷ്കളങ്കരാണ്. അതെ, എത്ര ഏജ് കൂടിയാലും അവരെന്നും നിഷ്കളങ്കരാണ്. നമുക്ക് ഷിജുവിന്റെ ഉമ്മാനോട് കുറച്ച് സംസാരിക്കാം കേട്ടോ. ഐഷുവിന്റെ കുഞ്ഞു ചാനലിൽ ഞാൻ ഷിജുവിന്റെയും കബീർ ഖാന്റെയും ഒക്കെ ഒരു സംസാരങ്ങൾ ഇടുന്നുണ്ട്. എല്ലാവരും അവരറിയാം. അപ്പോൾ കുറേ ആളുകളുണ്ട് ഇതുപോലെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് മക്കളെ മാറ്റിയെടുത്ത കുറേ ആളുകൾ. ഇവരൊന്നും നിഷ്കളങ്കരാണ്. കണ്ടോ, ഇവരെ ചിരി, ഇവരെ സന്തോഷം, ഇവർക്ക് അതിന് അതിരില്ല. ഇവർക്ക് യാതൊരു കളങ്കമില്ലാത്ത മക്കളാണ്. ഒരു കളങ്കവും ഇവർക്കില്ല. ഇവരെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഉത്തമ ഉദാഹരണം ഈ മക്കൾ. ഞങ്ങളെ ബ്രെയിൻ ഡ്രെയിൻ്റെ തെറാപ്പിസ്റ്റ് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ജനീമം ഇന്ന് വന്നതിൻ്റെ ഒരു മീറ്റപ്പ് കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും പല ജില്ലകളിൽ നിന്നും ഓടിയെത്തിയതാ മാമിനെ കാണാൻ വേണ്ടിയിട്ട്. അതിലുപരി മാമിന് സ്വന്തം മക്കളെ കാണാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ. മക്കള് നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അവരെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കബീർ അങ്കിളിനോട് സംസാരിക്കാം കേട്ടോ. ഇത് കഴിക്കൂല, അമ്മാവൻ കഴിക്കൂല, മോൻ കഴിക്കാതെ. അതാണ് ഇവിടെ ഇരിക്കുന്ന സ്ഥലമല്ല ഇരിക്കാൻ. ഷിജുക്കുട്ടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കട്ടോ. ആരും തൊടുന്നോന്നും ഇഷ്ടമല്ല, ആരും ടച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ ആദ്യമൊക്കെ ട്രെയിനിങ് കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പൊ അതൊന്നും നമ്മളെ സാറായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അവന് കണ്ടോ മാവ എന്തേ ഷിജു? മാവെന്തേ? മാവ അവന് ആഹാരം കഴിക്കുമ്പോ പിന്നെ ഒന്നും ശ്രദ്ധിക്കില്ല. ഇവനൊക്കെ തട്ടിയെടുക്കും. അവൻ എത്ര കൊടുത്താലും കഴിക്കും. നമ്മ റേഷനല്ലേ കൊടുക്കുക, തടി കൂടിയിട്ട്. അതെ, നമ്മ റേഷനെ കൊടുക്കുക. നമുക്ക് അത്ര പറ്റുള്ളൂ. മക്കൾ ഒന്നായിട്ട് കഴിക്കാൻ പാടില്ല. അവർക്ക് അളവും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതെ അതെ, ഇഷ്ടപ്പെട്ട സാധനം, ഇഷ്ടപ്പെട്ട സാഹചര്യം, ഇഷ്ടപ്പെട്ട ആളുകളെ, അതൊക്കെ ഇവർക്ക് പ്രത്യേകതകളാണ് കേട്ടോ ഇവരെ. അപ്പോൾ ഷിജുക്കുട്ടിൻ്റെ ഫുഡ് കഴിക്കുന്നത് യാതൊരു കൺട്രോളില്ല എന്നാണ് അങ്കിൾ പറയണേ. അത് റേഷനാക്കിയിട്ടേ കൊടുക്കുള്ളൂ ആള്. എല്ലാത്തിനും ഭയങ്കര വൃത്തി കൂടുതലാണ്. അതാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കുന്നത് തുണി വെച്ചിരിക്കുന്നത്. എല്ലാം വൃത്തി. അത് നല്ല ഗ്ലാമറുമാണല്ലോ കേട്ടോ, സുന്ദരൻ. കൈ കൊടുക്കൂട്ട. നിങ്ങൾ